Good morning, dears. This is Disona Brit Campus and നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി അക്ഷയ അജീഷ്. സോ വെൽക്കം ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ആസ് യൂഷ്വൽ നമ്മുടെ NS+2 വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ചാപ്റ്റർ 7 ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ പാഠം 7 ഏഴാമത്തെ ചാപ്റ്റർ നമ്മുടെ എന്താണ് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താണ് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ചാപ്റ്റർ 7 ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ എന്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ എക്സാമിനേഷനെ കുറിച്ചിട്ട്, എക്സാമിനേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ടെൻഷൻസിനെ കുറിച്ചിട്ട്. ഇപ്പം നിങ്ങൾക്ക് അറിയാം അല്ലേ, എക്സാമിനേഷനെ കുറിച്ചുള്ള ടെൻഷനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങളുടെ അവസ്ഥ എന്താണോ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എക്സാമിനേഷൻ എടുക്കുന്നതോറും കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ടെൻഷനുകൾ, ടീച്ചേഴ്സിൻ്റെ മനസ്സിലുണ്ടാകുന്നത്, പാരൻസിൻ്റെ മനസ്സിലുണ്ടാകുന്ന ടെൻഷൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇനി ഞാൻ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ബിഫോർ എക്സാമിനേഷൻ many students are under the tremendous stress, but it is not just the students who are stressed. Teachers and parents too face the same situation. എന്താണ് ഈ ഒരു എക്സാമിനേഷൻ്റെ സമയത്ത് എല്ലാവർക്കും പ്രധാനമായിട്ടുണ്ടാവുന്ന ഒരു കാര്യം എന്താണ്? ടെൻഷൻ അല്ലേ. എക്സാമിനേഷൻ്റെ സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ടെൻഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സ്റ്റുഡൻസിന് വളരെ വലിയൊരു ടെൻഷൻ, ഒരു സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സമയമാണ് എക്സാമിനേഷൻ്റെ സമയം എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ഈ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് മാത്രമുള്ളതല്ല, പാരൻസും ടീച്ചേഴ്സും ഒക്കെ എന്താണ് ഈ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഈ ഒരു ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു ടെൻഷനും ഈ ഒരു സ്ട്രെസ്സും ഒക്കെ ആരും അനുഭവിക്കുന്നുണ്ട്? ടീച്ചേഴ്സും പാരൻസും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. സ്റ്റുഡൻസിന് എന്നതുപോലെ തന്നെ അവരും അനുഭവിക്കുന്നുണ്ട്. വൈ ഡു പീപ്പിൾ ഗെറ്റ് സ്ട്രെസ്ഡ്? എന്തുകൊണ്ടാണ് ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് സ്ട്രെസ്ഡ് ആവുന്നത് ആളുകൾ? Adolescents are faced with the demands of their developmental task and that of a complex society. എന്താണ് ഈ അഡോളസൻസ് പീരീഡിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻസ്, സ്ട്രെസ്, നെർവസ്നെസ് ഒക്കെ ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഈ അഡോളസൻസ് പീരീഡിലാണ് അല്ലേ. അപ്പോൾ അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത്, ആ ഒരു കാലഘട്ടത്തിൽ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻസ് എന്ന് പറയുന്നത് സാധാരണയായിട്ടുണ്ടാവുന്ന കാര്യമാണ് എന്നാണ് പറയുന്നത്. Then they need to acquire skills of adjustment to emerge to adulthood unfazed by these demands. If they lack these skills or if too many demands are made on them, they fail. എന്താ പറയുന്നത്? നമുക്ക് ആ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സ്കില്ല് വേണം, അല്ലെങ്കിൽ എനിക്ക് ആ കാര്യം വേണം, ഈ കാര്യം വേണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ കൂടുതലായിട്ട് തോന്നുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? അഡോളസൻസ് പീരീഡ് ആണ് എന്നാണ് പറയുന്നത്. സ്റ്റുഡൻസ് ആർ ആങ്ഷ്യസ്. എന്താണ്? സ്റ്റുഡൻസ് എല്ലാവരും ആ ഒരു പീരീഡിൽ, ആ ഒരു അഡോളസൻസ് പീരീഡിൽ എങ്ങനെയായിരിക്കും? ആങ്ഷ്യസ് ആവും അല്ലേ. വല്ലാതെ ആങ്ഷ്യസ് ആണ് സ്റ്റുഡൻസ് എല്ലാവരും, ആങ്ഷ്യസ് ആണ് അല്ലേ. As they are worried about whether they would be able to live up to the expectation of their peers, parents and teachers. എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ ഇവരെല്ലാവരും എങ്ങനെയാണ് നിൽക്കുന്നത്? ടീച്ചേഴ്സിൻ്റെ, പാരൻസിൻ്റെ, അവരുടെ പിയർ ഗ്രൂപ്പുകളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂട്ടുകെട്ടുകളുടെയൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ്റെ നടുവിലാണ് അവർ ജീവിക്കുന്നത് അല്ലേ. ടീച്ചേഴ്സ് ഒരു പ്രതീക്ഷ ഉണ്ടാവും, പാരൻസിൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടാവും, കൂട്ടുകാരുടെ ഒരു പ്രതീക്ഷ ഉണ്ടാവും. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു എക്സ്പെക്റ്റേഷൻ്റെ നടുവിലാണ് അവരെല്ലാവരും ആ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു കുട്ടികൾ ഈ ഒരു അഡോളസൻസ് പീരീഡിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അവർ വളരെ ആങ്ഷ്യസ് ആവും അല്ലേ, വല്ലാത്ത ആങ്ഷ്യസ് ആവും അവർ എന്നാണ് പറയുന്നത്. ദെൻ optimal anxiety motivates and keeps them ahead while over anxiety is disabling. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള ആങ്സൈറ്റി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് വലിയൊരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഓവർ ആങ്ഷ്യസ് ആകുമ്പോൾ, അപ്പോൾ നമുക്കറിയാം 10ാം ക്ലാസ്സിലെ റിസൾട്ട് ഫെയിൽ ആവുമോ എന്ന് പേടിച്ചിട്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു അല്ലേ. 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോൾ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റാത്തതുകൊണ്ട് സൂയിസൈഡ് ചെയ്തു. ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന ന്യൂസുകളാണ് അല്ലേ. അപ്പൊ അതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ടുള്ള ആങ്സൈറ്റിയാണ്. ഓവറായിട്ട് അവരെന്ത് ചെയ്യാണ്? ടെൻഷൻ ആവാണ്, ഓവറായിട്ട് സ്ട്രെസ് അനുഭവിക്കുകയാണ്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എങ്ങനെയാവും കാണുക എന്നുള്ള ആ ഒരു ഓവറായിട്ടുള്ള തിങ്കിങ് കൊണ്ടാണ് എന്ത് വരുന്നത്? ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വരുന്നത്. ആങ്സൈറ്റി ഈസ് കോൺടേജിയസ് ആൻഡ് പാസ് ഓൺ
ഓൺ ടു ദ അതർ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് പാരൻസ്. എന്താണ് ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത്? ഇപ്പം ഞാൻ വളരെ ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാനത് എൻ്റെ പാരൻസിനോട് അല്ലെങ്കിൽ എൻ്റെ ടീച്ചേഴ്സിനോട് എൻ്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ അവരും എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് അവരും എന്താണ് ആ ഒരു സ്റ്റേജിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് അവർക്കും വരും അല്ലേ? അവരും എന്താണ് അതേപോലെ തന്നെ ആങ്സൈറ്റി ആവും. Then adolescents when stressed out tend to perceive everything as emergency. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡോളസൻസിനെ ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് അവർ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്താണ് എല്ലാം പെട്ടെന്ന് കിട്ടണം, പെട്ടെന്ന് വേണം, പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യണം, എല്ലാം പെട്ടെന്ന് കിട്ടണം, പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്ത വരുന്ന ഒരു പീരീഡാണ് എന്ത് അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത് അല്ലേ? അതുപോലെ തന്നെ some of the reasons of increasing in stress level are identity crisis. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെസ്സിന്റെ ഒരു പെട്ടെന്നുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ അഡോളസൻസ് പീരീഡിൽ ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. കാരണം അവർക്ക് ഒരു ഐഡന്റിറ്റി വേണം, അല്ലെങ്കിൽ അവർക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാവണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം, ഒരു സമയമാണ്. അപ്പൊ ആ ഒരു പീരീഡിൽ അവരെല്ലാവരും എതിർക്കാനും, കാരണം എനിക്ക് ഞാനെന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി എനിക്ക് വേണം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് അത്. അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റത്തെ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. Then the need to make career oriented decisions. എന്താണ് കരിയർ ഓറിയന്റഡ് ഡിസിഷൻസ് എടുക്കുന്ന അല്ലെങ്കിൽ അതിലൊരു ആങ്സൈറ്റി ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. Then teachers and parents attitude and peers pressure. ടീച്ചേഴ്സിന്റെയും പാരൻസിന്റെയും ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് ഇപ്പൊ നമ്മൾ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും നിന്റെ അടുത്ത് ഞാൻ ഇതിലേറെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, എന്താ നിനക്ക് ഇത്രയും മാർക്ക് കുറഞ്ഞത്, അല്ലെങ്കിൽ നല്ലൊരു കോഴ്സിന് കിട്ടിയിട്ടില്ലെങ്കിൽ പറയും നന്നായിട്ട് പഠിക്കണമായിരുന്നു അല്ലേ? അത്തരത്തിലുള്ള എന്താ പറയുന്നത് ഒപ്പീനിയനുകൾ ചില സമയത്ത് കുട്ടികളെ വല്ലാതെ വിഷമിപ്പിക്കാം അല്ലേ? അപ്പൊ ആ സമയത്ത് ഉണ്ടാവുന്ന അല്ലെങ്കിൽ പിയേഴ്സിന്റെ അടുത്ത് നിന്നുള്ള പ്രഷറുകൾ, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്നുള്ള പ്രതികരണങ്ങൾ, പാരൻസിന്റെ അടുത്ത് നിന്നുള്ള പ്രതികരണങ്ങൾ, ഇതൊക്കെ ഒരു മനുഷ്യനെ കൂടുതൽ ആങ്ഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ്ഡ് ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. Then inability to communicate with parents also plays a major role. എന്താണ് ഇപ്പൊ എൻ്റെ കുട്ടിക്ക് എന്നോട് കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ പോരായ്മയാണല്ലോ അല്ലെ? അപ്പോൾ നമ്മുടെ പാരൻസിന്റെ അടുത്ത് കുട്ടികൾക്ക് നന്നായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല, അവർക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതും എന്താണ് വലിയ ഒരു റീസൺ തന്നെയാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ പാരൻസിന്റെ അടുത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതും വലിയൊരു കാരണം തന്നെയാണ് എന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് പറയുന്നത് ഗുഡ് മെമ്മറി ഡിപ്പെൻഡ്സ് അപ്പോൺ ഗുഡ് ബ്രെയിൻ. നല്ല മെമ്മറി, നല്ല ചിന്തകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നല്ല ബ്രെയിനിൽ നിന്നാണ് വരുന്നത്. ദ ബ്രെയിൻ നീഡ്സ് ഗുഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ, ഗ്ലൂക്കോസ്, കാൽഷ്യം, ഫോസ്ഫറസ് ആൻഡ് അയൺ. എന്താണ് എന്ത് വേണം നമ്മുടെ ബ്രെയിനിന്? എന്ത് വേണം? ബ്രെയിനിന് എന്ത് ആവശ്യമാണ് എന്നാണ് പറയുന്നത്? ഗുഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ, ഗ്ലൂക്കോസ്, കാൽഷ്യം, ഫോസ്ഫറസ്, അയേൺസ്, ഇതിന്റെയൊക്കെ സപ്ലൈ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റുക? നല്ല ബ്രെയിനിന് നല്ല ചിന്തകൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബ്രെയിനിന് ഇതൊക്കെ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ദെൻ നമ്മുടെ ഡയറ്റ് കൺട്രോളിൽ യുവർ ഡയറ്റ് ഷുഡ് ഇൻക്ലൂഡ് മിൽക്ക്, ചീസ്, വാൾനട്ട്, വീറ്റ് ജംസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, റാഗി ആൻഡ് ഡേറ്റ്സ്. എന്താണ് നമ്മുടെ ഡയറ്റില്, നമ്മുടെ ഭക്ഷണക്രമത്തില് എന്തൊക്കെ ഉൾപ്പെടുത്തണം? മിൽക്ക്, ചീസ്, വാൾനട്ട്, വീറ്റ് ഗോതമ്പ്, ഗ്രീൻ ലീവ്സ് പച്ചിലകള്, വെജിറ്റബിൾസ്, റാഗി, ഡേറ്റ്സ്, ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഡു നോട്ട് ഫോർഗെറ്റ് ദാറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ദ ബ്രെയിൻ ഫുഡ്. എന്താണ് ഒരിക്കലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യരുത്? പഠിക്കുന്ന കുട്ടികള് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ദ ബ്രെയിൻ ഫുഡ്. നമ്മുടെ തലച്ചോറിനുള്ള ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. Fatty meals, sugar and acids take away calcium from the system. എന്താണ് ഫാറ്റി ഫുഡുകൾ, അതുപോലെ തന്നെ അസിഡിറ്റി ഉള്ള ഫുഡുകളൊക്കെ നമ്മുടെ ഭക്ഷണ രീതിയിൽ നിന്ന് മാറ്റിവെക്കേണ്ടതാണ്. Then diets rich in fiber like fruits and vegetables helps to reduce stress. സ്ട്രെസ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഫൈബർ കൂടുതലുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ദെൻ ഗുഡ് കോൺസെൻട്രേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇംപ്രൂവ് ദ മെമ്മറി. എന്താണ് നല്ല മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? ഗുഡ് കോൺസെൻട്രേഷൻ. നല്ല കോൺസെൻട്രേഷൻ ഉള്ളപ്പോഴാണ് നമുക്ക് നല്ല മെമ്മറി ഉണ്ടാവുന്നത്. ദെൻ ലേണിംഗ് ആൻഡ് മെമ്മറൈസിങ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റീകോളിംഗ് വാട്ട് വൺസ് ഹാസ് ലേൺഡ് ഈസ് ഹെൽപ്ഫുൾ. എന്താണ് ലേണിംഗ് ആൻഡ് മെമ്മറൈസിങ്? നമ്മൾ പഠിക്കുക,
നമ്മൾ അതിങ്ങനെ പറഞ്ഞു നോക്കുക അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് കൂടുതൽ ഒന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ നന്നായിട്ട് പഠിക്കുക, ആ പഠിക്കുന്നത് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു നോക്കുക അല്ലെ. Then organizing and forming a logical relationship is important. എന്താണ് നമ്മളിങ്ങനെ എല്ലാം ഓർഗനൈസ് ചെയ്ത് പഠിക്കുക. നമ്മൾ ഇത്ര ഭാഗം, ഈ പാഠത്തിന്റെ ഇത്ര ഭാഗം പഠിക്കണം, ഈ പാഠത്തിന്റെ ഇത്ര ഭാഗങ്ങൾ പഠിക്കണം, ഇന്ന കാര്യങ്ങൾ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടുത്തേണ്ടതുണ്ട്, ഇന്ന മെത്തേഡിലാണ് ഞാൻ പഠിക്കേണ്ടത് എന്നൊക്കെ നമ്മളിങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് പഠിക്കുക. Then mastery not just for content of subject but also the process of answering equally important. എന്താണ് നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല ഇമ്പോർട്ടന്റ്, എന്താണ് നമ്മൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായ രീതിയിൽ, വളരെ ഭംഗിയായ രീതിയിൽ അത് ആൻസർ ചെയ്യുക എന്നതും എന്താണ് പഠനത്തിന്റെ ഒരു ഭാഗമാണ് എന്നാണ് പറയുന്നത്. അതും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, then നമ്മൾ പറയുന്നത് ആങ്സൈറ്റി ആൻഡ് ഫിയർ ഹാമ്പർ റീകോൾ ദ റിസൾട്ട് ഇൻ എ മെന്റൽ ബ്ലോക്ക് ഡ്യൂറിങ് എക്സാമിനേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആങ്ഷ്യസ് ആവുന്നത്, അതുപോലെ തന്നെ കൂടുതലായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എക്സാമിനേഷന്റെ സമയത്ത് നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലാതാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ കൂടുതലായിട്ട് സ്ട്രെസ് ആവുക അല്ലെങ്കിൽ കൂടുതലായിട്ട് ടെൻഷൻ അനുഭവിക്കുമ്പോഴൊക്കെ എന്താ ഉണ്ടാവുന്നത്, നമ്മുടെ എക്സാമിനേഷന്റെ സമയത്ത് നമ്മൾ എന്താണ് നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലാതാവും അല്ലെ. വാച്ചിങ് ടെലിവിഷൻ ഫോർ എ ലോങ് ടൈം കുഡ് ലോവർ അക്കാഡമിക് പെർഫോമൻസ്. ഇപ്പം നമ്മൾ നമ്മുടെ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, എന്താണ് കൂടുതൽ സമയം TV കാണരുത് എക്സാമിന്റെ സമയത്ത് എന്ന് പറയാറുണ്ട് അല്ലെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ചിങ് ടെലിവിഷൻ ഫോർ എ ലോങ് ടൈം ഇറ്റ് കുഡ് ലോവർ അക്കാഡമിക് പെർഫോമൻസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം നമ്മൾ TV കാണുന്നത് അക്കാഡമിക് പെർഫോമൻസിനെ കുറയ്ക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ അക്കാഡമിക് പെർഫോമൻസ് അവിടെ കുറയും കൂടുതൽ സമയം നമ്മൾ TV കാണുന്ന സമയത്ത് എന്നാണ് പറയുന്നത്. ഇറ്റ് സ്റ്റീൽസ് അവേ ദ റീഡിങ് ടൈം. എന്താണ് അത് നമുക്ക് വായിക്കാനുള്ള സമയമാണ് അവിടെ നഷ്ടപ്പെടുന്നത് അല്ലെ. നമ്മൾ TV കാണുന്നതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്, വായിക്കാനുള്ള സമയമാണ് എന്നാണ് പറയുന്നത്. ടൈം മാനേജ്മെന്റ് ഈസ് അബൌട്ട് സെൽഫ് ഡിസിപ്ലിൻ. ദെൻ അടുത്തത് പറയുന്നത് ടൈം മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു സ്ഥലത്താണ് കറക്റ്റ് സമയത്ത് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വർക്കുകൾ നമ്മൾ കറക്റ്റ് സമയത്ത് ചെയ്യുന്നത്, കറക്റ്റ് സമയത്ത് ഒരു സ്ഥലത്തേക്ക് പോകുന്നത്, ഇതൊക്കെ നമ്മുടെ ഡിസിപ്ലിന്റെ ഭാഗമാണ്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസിപ്ലിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. നമ്മുടെ അച്ചടക്കത്തിന്റെ ഭാഗമാണ് ടൈം മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ അച്ചടക്കത്തിന്റെ ഭാഗമാണ് നമ്മുടെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ടൈം മസ്റ്റ് ബി മാനേജ്ഡ് ബിറ്റ്വീൻ ഫിൽഡ് ആൻഡ് അൺഫിൽഡ് ടൈം. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമുക്ക് ഫിൽഡ് ടൈമും അൺഫിൽഡ് ടൈമും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ടൈം മസ്റ്റ് ബി മാനേജ്ഡ്. ടൈം മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഫിൽഡ് ടൈം ആൻഡ് അൺഫിൽഡ് ടൈം. ഫിൽഡ് ടൈമും അൺഫിൽഡ് ടൈമും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടൈം മാനേജ്മെന്റ് ചെയ്യേണ്ടത്. ഫിൽഡ് ടൈം ഇസ് എ ടൈം സ്പെൻഡ് സ്ലീപ്പിംഗ്. എന്താണ് ഫിൽഡ് ടൈം എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന സ്ലീപ്പിങ്ങിന്, അതേപോലെ തന്നെ ബാത്തിങ്, ഈറ്റിംഗ്, ഡ്രസ്സിങ് ആൻഡ് അറ്റൻഡിങ് സ്കൂൾ, നമ്മൾ ഡ്രസ്സ് ചെയ്യാന്, നമ്മൾ എന്താ പറയുന്നത് കുളിക്കാന്, നമ്മൾ ഭക്ഷണം കഴിക്കാന്, ഉറങ്ങാന്, ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിൽഡ് ടൈം എന്ന് നമ്മൾ പറയുന്നത്. ദെൻ അടുത്തത് നമ്മുടെ അൺഫിൽഡ് ടൈം എന്ന് പറയുന്നത് എന്താണ്, എ സ്റ്റുഡന്റ് ഹാസ് 10 hours ഓഫ് അൺഫിൽഡ് ടൈം. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 10 മണിക്കൂർ എന്താണ് അൺഫിൽഡ് ടൈം ആണ് എന്നാണ് പറയുന്നത്. ഹൗ ബെസ്റ്റ് ഇസ് ദ സ്റ്റുഡന്റ് ഗോയിങ് ടു യൂട്ടിലൈസ് ദിസ്. എങ്ങനെയാണ് ഒരു സ്റ്റുഡന്റ് ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും അവന്റെ റിസൾട്ട് വരുന്നത്. മേക്ക് എ ടൈം ടേബിൾ ഫോർ 10 hours. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 10 മണിക്കൂറിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടത് എന്നാണ് പറയുന്നത്. Then 7 to 8 hours of sleep is necessary for optimal physical rest and brain functioning. എന്താണ് പറയുന്നത്, 7 to 8 മണിക്കൂർ ഉറക്കം എന്ന് പറയുന്നത് എന്താണ്, നിർബന്ധമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ മനസ്സിനാണെങ്കിലും ശരീരത്തിനാണെന്നുണ്ടെങ്കിലും എന്താണ് 7 to 8 മണിക്കൂറുള്ള ഉറക്കം മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. എ പോസിറ്റീവ് തോട്ട് ഈസ് സീഡ് ഓഫ് എ പോസിറ്റീവ് റിസൾട്ട്. നമ്മൾ പോസിറ്റീവ് തോട്ടുകൾ എന്ന് പറയുന്നത് നല്ല ചിന്തകൾ നല്ല റിസൾട്ടിന്റെ നല്ല റിസൾട്ടിനുള്ള ഒരു വിത്താണ് എന്നാണ് പറയുന്നത്. ദെൻ ഓൾവേസ് ഫീൽ പോസിറ്റീവ്. ദിസ് വിൽ ഹെൽപ് ടു ലെസൺ യുവർ സ്ട്രെസ്. എന്താ പറയുന്നത്, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. അത് നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഈ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് 7th ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇതേപോലത്തെ ഈ പാരഗ്രാഫ് തന്നെ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എക്സാമിനൊക്കെ ഇതേ പാരഗ്രാഫ് തന്നെ ചോദിച്ചിട്ട് ഇതിന്റെ താഴെ കുറച്ച് ട്രൂ ഓർ ഫോൾസുകൾ അല്ലെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്
ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന്റെ ആൻസർ എഴുതാനുള്ളത്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇതേപോലെ ചോദിച്ചിട്ടുള്ളത്. ഈ ചാപ്റ്ററിന് ഇതേപോലെ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ബാച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ. അപ്പൊ നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ പോലും നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ താങ്ക് യു.